ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു നെയ്മീൻ കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ കരച്ച് വയ്ക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു മീൻ കറി റെസിപ്പിയാണ്. ചോറിനും പുട്ടിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 5-6 ചെറിയുള്ളിയും, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കറിയൊക്കെ വയ്ക്കുന്ന ഒരു ചട്ടി ഞാൻ ഒന്ന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്തൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണിനകത്ത് മാത്രം പെരിഞ്ചീരകം, വളരെ കുറച്ച് മതിയേ. ഇത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചേർക്കേണ്ട, പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ കറിക്ക്. പിന്നെ ഒരു 10-12ഓളം ചെറിയുള്ളി നിന്ന് നീളത്തിന് മുറിച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് എടുത്തിട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നീളത്തിലൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, 2-3 പച്ചമുളകും കൂടെ, തൊണ്ടൻമുളകും സാധാ മുളകും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒരുപാടങ്ങ് ഉടച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതിയേ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്നിനെ വെള്ളം വെച്ച് സോക്ക് ചെയ്ത് വെച്ചാൽ കേട്ടോ, അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് അരിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുളിയുടെ വെള്ളം എന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള വെള്ളമാണ്. അപ്പോൾ ഒരു പുളിവെള്ളം ഒരു 1/4 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീനിനും കറിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ഈ ഒരു കറി ഉണ്ടല്ലോ, നമുക്ക് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു ഫ്ലേവർക്കൊന്നും പുറത്തോട്ട് പോകണ്ട, അങ്ങനെ തന്നെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇവിടെ ഒരു 10 പീസ് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ മുറിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ ഇത് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. 10-12 പീസ് വരെ കാക്കം കട്ടി ഒരു അളവിന്. മീൻ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് കുറച്ച് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് പാകമാണേ. അപ്പോൾ ആ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിക്കാം. എന്നിട്ട് അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഒന്നും കൂടെ തണുത്ത് വരുന്ന സമയത്ത് കറി ഒന്നും കുറുകി നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് തിളപ്പിച്ചെടുക്കാം കറി. കറിയൊക്കെ ഇത് അവിടെ തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പോ പുളിയോ ഒക്കെ പാകമാണെന്ന് നോക്കാം. കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവയുടെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും. ഞാൻ ഓൾറെഡി ആദ്യം താളിക്കാൻ വേണ്ടി ചേർത്തുകൊണ്ടാണ് പിന്നെ ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഉച്ചത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടേരി ചോറാണ് കേട്ടോ. പിന്നെ കുറച്ച് ക്യാബേജ് തോരനുണ്ടായിരുന്നു. പിന്നെ മീൻ പൊരിച്ചതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പപ്പടമാണ് കേട്ടോ ഉള്ളത്. പിന്നെ കുറച്ച് നല്ല കട്ട തൈരും, പിന്നെ ഒരു മീൻ കറി. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഉച്ചത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ. ഒരു മീൻ കറി മാത്രം ഞാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ രാത്രിയായപ്പം പുട്ടും നല്ല പച്ചരിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള പുട്ടും ഈ ഒരു മീൻ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ മീൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പിയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.